ആ വീഡിയോ എടുക്കേണ്ടി വരും. കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയാണല്ലോ ഈ കോലത്തിൽ കൊണ്ടുവരണ്ടേ ഇല്ലേ? ആ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ വിടും. ഇപ്പൊ വീഡിയോ എടുത്താണ്ട് ഫേസ്ബുക്കിൽ കണ്ടു. കാരണം നമ്പർ 1 കേരളമാണ് ഇതൊക്കെ. ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയെ പോയി കൊണ്ടുവരണ്ടേ? നിങ്ങളെ സൂപ്രണ്ട് ഇങ്ങനെ ചെയ്യോ? ഇവിടെ വരി, നിങ്ങൾ പോയാ നിങ്ങൾ സൂപ്രണ്ട് എടുക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിച്ച് പിടിച്ചോളി. ആ കൊണ്ട് നോക്കിയോളി, കൊണ്ട് നോക്കി ഞാൻ അപ്പോൾ തന്നെ സൂപ്രണ്ട് അടുത്ത് ഞാൻ പോയിക്കോളാം. കംപ്ലൈന്റ് ബോധിപ്പിച്ചോളാം. ചാനലുകാർ വിളിച്ചു വരുത്തിയിട്ട് പ്രശ്നമുണ്ടോ? അതിൽ കയറിയാലും അതിലേറെ കുലുക്കാം. കയറിക്കളിയാലോ ഇതിനായിട്ട് നല്ല ഇതിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ബ്ലോക്കിന്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഈ റോഡിൽ കൂടെയാണ് ഇപ്പോൾ തള്ളിക്കൊണ്ടുവരേണ്ട ഒരവസ്ഥ രോഗികൾക്കുള്ളത്. എന്താ ഈ ബ്ലോക്കിലേക്കാണ് അഡ്മിറ്റാക്കി കൊണ്ടുവരല്. ആദ്യം ഞാൻ പറയട്ടെ, ആ പ്രതികരിച്ച ചേട്ടനൊരു ബിഗ് സല്യൂട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. എനിക്കിത് എവിടെ സ്ഥലം എന്ന് കൂടി എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെയധികം ക്രൂരതയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നൊരിത് കണ്ടോ? ആൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥലവും ആ ഒരു പശ്ചാത്തലം നിങ്ങൾ കണ്ടോ? കൊണ്ടുപോകുന്ന രീതിയും നിങ്ങൾ കണ്ടോ? നാളെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കെങ്ങനെ വന്ന് നമ്മളിങ്ങനെ സഹിക്കുമോ? ഈ കാശുള്ള വീട്ടിലുള്ള എന്താ പറയുക, കാശുള്ളവരാണെങ്കിൽ നല്ല ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. ഇത് തീരെ ഗതിയില്ലാത്തവർ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. നമ്പർ 1 കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. ആൾ പറഞ്ഞ് 100% ശരിയാണ്, നമ്പർ 1 കേരളമൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ഇത് വളരെയധികം ക്രൂരത. എങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യല്ല. ഒരു മനുഷ്യനാണ്, മനുഷ്യനായിട്ട് പരിഗണിക്കും നിങ്ങൾ ആരെങ്കിലും.